ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് ഉദ്ധരിക്കാം. കാരണം UDF കാലത്തെ ആരോഗ്യ മേഖല എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. നമുക്കൊന്നും മറവി സംഭവിച്ചിട്ടില്ലല്ലോ. ഡോക്ടർമാരില്ല, മരുന്നില്ല, നേഴ്സില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല ആശുപത്രികളിൽ. ഇത് ഞാൻ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നപ്പോൾ 2014 ജൂൺ മാസം 24-ാം തീയതി അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ ഒരു സബ്മിഷൻ ചോദിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ ഇങ്ങനെയായിരുന്നു: സാർ, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും രൂക്ഷമായ മരുന്നുക്ഷാമം അനുഭവപ്പെടുകയാണ്. കാലവർഷത്തിന്റെ വരവോടുകൂടി സംസ്ഥാനത്ത് വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മരുന്ന് വിതരണം തടസ്സപ്പെടുന്നത് ഗൗരവമായ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. മരുന്നുകൾ ലോക്കൽ പർച്ചേസ് നടത്തുന്നതിനായി ഗവൺമെന്റ് ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് രൂപയാണ് ലോക്കൽ പർച്ചേസ് ഇനത്തിൽ സർക്കാരിന് നഷ്ടമാകുന്നത്. മാത്രമല്ല, ടെൻഡർ പ്രൊസീജിയർ വഴി മരുന്ന് വാങ്ങാനുള്ള അവസരം കൂടി ലോക്കൽ പർച്ചേസ് മുഖാന്തരം നഷ്ടപ്പെടുകയാണ്. 150ഓളം ജീവൻ രക്ഷാ മരുന്നുകൾ, IV ഫ്ലൂയിഡ്, സിറിഞ്ച്, സൂചി തുടങ്ങിയ സാധനങ്ങളെല്ലാം രോഗികൾ പുറത്തു നിന്നും വാങ്ങിക്കൊണ്ടു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. ഏത് കാലത്താ? 2014 UDF കേരളം ഭരിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നപ്പോൾ സഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെ പ്രസക്ത ഭാഗം മാത്രമാണ് ഞാൻ വായിച്ചത്. ഇന്ന് മരുന്ന് ലഭിക്കുന്നില്ല എന്ന് നിങ്ങളുടെ നിരയിലുള്ള ഏതെങ്കിലും MLA മാർ പോലും പറയുമോ?